ഈ സമുദായ സംഘടനകൾ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കണോ, ചോദിക്കാതെ തന്നെ LDF ചെയ്യുന്നത് പോലെ കൊടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ്. കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായമാണ് ഈഴവ സമുദായം. അതൊരു ക്രിസ്ത്യൻ മജോറിറ്റി കോർപ്പറേഷൻ അല്ല, അവിടെ മജോറിറ്റി ഹിന്ദു സമുദായമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ സമുദായം എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാമുദായിക പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് കൂടി കോൺഗ്രസിൻ്റെ ഉദ്ദേശമാണെങ്കിൽ അതെങ്ങനെയാണ് തെറ്റാവുക, അതെങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടുക? ഇനി ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കുന്ന ആളാണ് ദീപക് ജോയ്. ദീപക് ജോയ് ഈഴവ സമുദായ അംഗമാണ്. അപ്പോൾ കോൺഗ്രസ് സാമുദായിക പരിഗണന വെച്ചാണ് ആളെ തിരഞ്ഞെടുത്തെങ്കിൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരാളെ മേയറാക്കുകയും ഈഴവ സമുദായ അംഗമായ ഒരു ഡെപ്യൂട്ടി മേയറെ നിയമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായമാണ്. ജനസംഖ്യാപരമായി നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ തൊട്ടുടനെ പുറകിൽ നിൽക്കുന്ന ഒരു OBC കമ്മ്യൂണിറ്റിയാണ് ഈഴവർ. ഇനിയിപ്പോൾ ലത്തീൻ സഭയ്ക്കാണ്, ലത്തീൻ പ്രാതിനിധ്യമാണ് ഈ മിനിമോളെ മേയറാക്കിയതോടെ ചെയ്തതെങ്കിൽ അടുത്ത ടൈമിൽ ഒരു ലത്തീൻ സമുദായമായിട്ടാണ് എന്തോ ഷൈനി മാറ്റി ആണെങ്കിൽ പോലും അത് തെറ്റാവുന്നെങ്ങനെയാണ്? അവർ ഒരു പിന്നാക്ക സമുദായമാണ്. അവർക്കും മേയർ സ്ഥാനത്ത് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാവുന്നത്, ചോദിക്കാതെ തന്നെ LDF ചെയ്യുന്നത് പോലെ കൊടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ്. കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കോൺഗ്രസ് അത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. കോൺഗ്രസ് പരിഗണിക്കണം. ഇത്തരം സാമുദായിക പ്രാതിനിധ്യം കോൺഗ്രസ് പരിഗണിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ള തിരിച്ചറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പൊതുവെ കോൺഗ്രസിനെ പറ്റി പറയുക, അവരെല്ലാ സാമുദായിക സമവാക്യങ്ങളെ പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ നിർത്തുക. പാർട്ടി സ്ഥാനങ്ങൾ ഇപ്പോൾ KPC അധ്യക്ഷനെ നിശ്ചയിക്കാൻ നേരത്ത് ഒരു ക്രിസ്ത്യൻ സമുദായാംഗമായ ഒരാൾ വേണമെന്നുള്ളതുകൊണ്ട് KPC അധ്യക്ഷനെ വെച്ചെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലല്ല. പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൽ ആര് വന്നു എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പോൾ നിങ്ങളുടെ DCC പ്രസിഡന്റ് ഏത് സമുദായാംഗമാണ്, KPC അധ്യക്ഷൻ ഏത് സമുദായാംഗമാണ് എന്നുള്ളതല്ല. KPC അംഗങ്ങൾ ജംബോ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്, അതല്ല പ്രശ്നം. നിങ്ങൾ എത്ര പേർക്ക് ടിക്കറ്റ് കൊടുക്കുന്നു, മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ 2021 2016 2011 UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ കേരളത്തിലെ പ്രബല സമുദായങ്ങൾ മുഴുവൻ അവഗണിക്കുകയായിരുന്നു. ഈഴവ, മുസ്ലിം, ലത്തീൻ ഇതുപോലുള്ള സമുദായങ്ങൾ അവഗണിക്കപ്പെട്ടു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. പക്ഷേ കൊച്ചി കോർപ്പറേഷൻ്റെ വിഷയം എടുക്കുമ്പോൾ അവർ ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലും അവരുടെ മാനദണ്ഡപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും അവർ ആ പ്രാതിനിധ്യം സൂക്ഷിച്ചു, കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ലത്തീൻ സമുദായക്കാരനെ വിവാഹം കഴിച്ചൊരു ഈഴവ യുവതിക്ക്, ഈഴവ കൗൺസിലർക്ക് മേയർ സ്ഥാനം കൊടുക്കുകയും ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ ഡെപ്യൂട്ടി മേയറാക്കുകയും ചെയ്തതോടുകൂടി അവരാ ചരിത്രപരമായി അവർ പിന്തുടർന്നു പോകുന്ന ഒരു അവഗണന അവിടെ പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.